രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിനെ നയിക്കുന്നത് തന്നെ രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി തന്നെയാണ് ഇവരുടെ രാജിക്കെതിരെ മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ കോൺഗ്രസ് ബി.ജെ.പിയുടെ ഭാഗമെന്ന് പറയുമ്പം ഇത് കഴിഞ്ഞ് ഇന്ത്യ സഖ്യത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് എല്ലാ റാലികളിലൊക്കെ പങ്കെടുക്കുന്നതാണ്. ഈ CPI പലപ്പോഴും സഹകരിച്ചു പോകുന്നതാണ്. അപ്പോൾ CPIക്ക് എങ്ങനെ ഈ രാഹുൽ ഗാന്ധി ഒരു പരിധിയിൽ കൂടുതൽ എതിർക്കാൻ കഴിയുമോ? ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നുണ്ടല്ലോ, ആദ്യം മുതലേ ഒരു സംശയത്തിനിടയില്ലാത്ത രീതിയിൽ CPI ആദ്യം മുതലേ പറയുന്നുണ്ട്, ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയം പൂർണ്ണമായും ശരിയാണ്. ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ആദ്യം ശ്രമിച്ച പാർട്ടി CPI ആണ്. 2015 മറ്റൊരു പാർട്ടിയും പറയാത്ത നേരത്ത് മുഖ്യശത്രു RSS നയിക്കുന്ന BJP ആണ് എന്ന് പറഞ്ഞ പാർട്ടി CPI ആണ്. മാർസിയൻ കാഴ്ചപ്പാടിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു മുഖ്യ ശത്രുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ ആ ശത്രുവിനെ പരാജയപ്പെടുത്താൻ വേണ്ടി യോജിക്കാവുന്ന എല്ലാവരുമായും ഐക്യപ്പെടാനുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മതേതര ജനാധിപത്യ ഇടതുപക്ഷ സഖ്യത്തെപ്പറ്റി ആദ്യമായി ഇന്ത്യയിൽ പറഞ്ഞ പാർട്ടി CPI ആണ്. ആ CPIക്ക് അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ പോളിറ്റിക്സ് 100%, 99% അല്ല, 100% ബോധ്യമാണ്. പക്ഷേ അത് കോൺഗ്രസിന് അറിയില്ല, പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസിന്. രാഹുൽ ഗാന്ധിയോടുള്ള ഞങ്ങളുടെ രാഷ്ട്രീയ ആദരവ് CPI മറച്ചു വയ്ക്കുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ആവർത്തിക്കുന്നു, വ്യക്തിപരമായി രാഹുൽ ഗാന്ധിയോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്നേഹമുണ്ട്, വിശ്വാസമുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആശയ വ്യക്തതയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത ശ്രമങ്ങളെപ്പറ്റി ഞങ്ങൾക്കറിയാം. ആ രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരാളെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ മൗലികമായ ധർമ്മത്തെ മറന്നുകൊണ്ട് വയനാട്ടിൽ മത്സരിക്കാൻ പറഞ്ഞയക്കുന്നവർ ഉത്തരം പറയേണ്ട 2 ചോദ്യങ്ങൾ തുടക്കം മുതലേ CPI ചോദിക്കുന്നുണ്ട്. തുടക്കം മുതലേ ആ ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല, നിങ്ങൾ ആരും ആ ചോദ്യത്തെ വേണ്ടത്ര ഗൗരവത്തിൽ പോസ്റ്റ് ചെയ്തില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും കൊച്ചു കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് ഗൗരവമുള്ള കാര്യം. ആ ചോദ്യം ഏതാണ്? നമ്പർ 1 ചോദ്യം ഇതാണ്. ഈ സമരത്തിൻ്റെ പൊളിറ്റിക്കൽ ബാറ്റിൽ നിങ്ങൾ വിളിക്കുന്നു, ഈ രാഷ്ട്രീയ യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട യുദ്ധകേന്ദ്രം ഏതാണ്? 200-ന് മേൽ MP-മാരെ പറഞ്ഞയക്കുന്ന ഇന്ത്യയുടെ ഹാർട്ട് ലാൻഡ്, ഹൃദയഭൂമി എന്ന് വിളിക്കപ്പെടുന്ന നോർത്ത് ഇന്ത്യയാണോ ഇതിൻ്റെ ഫോക്കൽ പോയിന്റ്, അതോ 20 MP-മാർ മാത്രം ജയിച്ചു വരേണ്ടുന്ന കേരളമാണോ ഫോക്കൽ പോയിന്റ്? ഇവിടെയാണെങ്കിൽ ഒറ്റ BJP-കാരനും ജയിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. അത് ഒന്നാമത്തെ ചോദ്യം. ചോദ്യം നമ്പർ 2, ഈ രാഷ്ട്രീയ യുദ്ധത്തിൽ ആരാണ് കോൺഗ്രസിൻ്റെ മുഖ്യ ശത്രു? ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ മുഖ്യ ശത്രു BJP ആണ്, RSS ആണ്. പക്ഷെ ആരാണ് കോൺഗ്രസിൻ്റെ മുഖ്യ ശത്രു? BJP ആണോ, RSS ആണോ, അതോ ലെഫ്റ്റ് ആണോ? RSSും BJPയും ആണെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് അവർ ശക്തിയായിട്ട് പ്രവർത്തിക്കുന്ന ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും മണ്ഡലത്തിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ, അല്ല ഇടതുപക്ഷമാണ് മുഖ്യ എതിരാളിയെങ്കിൽ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കണം. ഉത്തരം പറയേണ്ടത് കോൺഗ്രസ്സാണ്. ഉത്തരം ഇതുവരെയും കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. അതിനർത്ഥം കോൺഗ്രസ്സിന് അവ്യക്തതയുണ്ടെന്നാണ്. ഞങ്ങൾക്ക് അമ്പരപ്പൊന്നുമില്ല. ഞങ്ങൾ കണ്ടതാണ് ഛത്തീസ്ഗഡിൽ, മധ്യപ്രദേശിൽ, രാജസ്ഥാനിൽ കോൺഗ്രസ്സിന് കിട്ടാമായിരുന്ന വിജയത്തെ തട്ടിമാറ്റിക്കൊണ്ട് BJPക്ക് ഇന്നവിടെ ഭരിക്കാൻ അവസരം കൊടുത്ത പാർട്ടിയാണ് ഇന്നത്തെ കോൺഗ്രസ്. നേരാവണ്ണമുള്ളൊരു രാഷ്ട്രീയ മര്യാദ കോൺഗ്രസ് കാണിച്ചിരുന്നെങ്കിൽ ആ 3 സ്റ്റേറ്റുകളും ഇന്ന് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ഭരിക്കുമായിരുന്നു. സങ്കടം, കഷ്ടം. വീണ്ടും ഞാൻ പറയുന്നു.